ധ്യാനശ്ലോക 4. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിഭിരാവൃതാമയൂകൈഃ അഹമിത്യേവ വിഭാവയേ ഭവാനീം. അരുണാം, ആ ചുവന്ന നിറത്തിലുള്ള കരുണാം, വളരെ കരുണയോടുകൂടിയ തരംഗം, ആ ഒരു തിരമാലകൾ, അങ്കിതാക്ഷിയും, ആ രണ്ട് ഭഗവതിയുടെ കണ്ണുകൾ, ധൃത എന്നാൽ ആ ദേവിയുടെ കൈകൾ, 4 കൈകളിലും ദേവി പാശ എന്നാൽ ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു കയറിനെ പിടിച്ചിരിക്കുന്നു. അങ്കുശ, അങ്കുശ എന്നാൽ ഒരു തോട്ടിയെ കുറിക്കുന്നു, ഒരു നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന തോട്ടി. പുഷ്പബാണം, ആ ഒരു വില്ല്, അമ്പ്. എങ്ങനത്തെ അമ്പ്? പുഷ്പങ്ങൾ കൊണ്ട് നിറച്ച അമ്പ്. ചാപാം, വില്ല്. ഈ 4 കയ്യിൽ പിടിച്ചുകൊണ്ട് അണിമാതി ഭിർ, അതായത് അഷ്ടലക്ഷ്മികൾ ആവൃതം, ചുറ്റും അങ്ങനെ കൂടിയിരിക്കുന്നു. മയൂഖൈഹി, ആ ദേവിക്ക് ചുറ്റും. അഹം, ഞാൻ. ഇതി, ഇങ്ങനെ. ഏവ, ദേവിയെ. വിഭാവയെ, അങ്ങനെ മനസ്സിൽ പൂർണ്ണമായിട്ട് ധ്യാനിക്കുന്നു. ഭവാനീം, അങ്ങനെ ഭഗവാന്റെ ദേവിയായ ഭവാനീം എന്ന ആ ഒരു ശക്തിയെ. അപ്പോൾ ദേവിയെ ഞാനിതാ ധ്യാനിച്ചുകൊണ്ട് ദേവിയുടെ 1000 നാമങ്ങൾ ആരംഭിക്കുന്നു. എങ്ങനെയുള്ള ദേവി? ആ സൂര്യരശ്മികൾ ആ ഒരു സന്ധ്യാസമയത്ത് എങ്ങനെയാണോ തിളങ്ങി നിൽക്കുന്നത്, അതേപോലെ തന്നെ ദേവിയും അങ്ങനെ ജ്വലിച്ച് തിളങ്ങി നിൽക്കുന്നു. ദേവിയുടെ മനോഹരമായ കണ്ണുകളാകട്ടെ കാരുണ്യത്താൽ അങ്ങനെ തിരമാലകൾ പോലെ വന്നുകൊണ്ടേയിരിക്കുന്നു ഓരോ ഭക്തനിലും. ദേവിയുടെ കൈകളാകട്ടെ ആ പാശം കൊണ്ടുള്ള കയറ്, അതുപോലെ തോട്ടി നിയന്ത്രിക്കുവാൻ വേണ്ടി ആ പുഷ്പങ്ങൾ കൊണ്ടുള്ള അമ്പ്, പിന്നെ കയ്യിൽ ഒരു വില്ലും എടുത്തുകൊണ്ട് അങ്ങനെ അഷ്ടലക്ഷ്മികളൊക്കെ ചുറ്റും നിന്ന് അങ്ങനെ ഇരിക്കുന്ന ദേവിയെ ഞാനിതാ മനസ്സുകൊണ്ട് ധ്യാനിക്കുന്നു. അരുണാം കരുണാതരംഗിതാക്ഷീം ധൃതപാശാങ്കുശപുഷ്പബാണചാപാം അണിമാതിഭിരാവൃതാമയൂകൈഃ അഹമിതി ഏവ വിഭാവയേ ഭവാനീം. താങ്ക് യു.